ഹലോ ഗൈസ്, നമ്മൾ അങ്ങനെ ഗൊറേമേന്ന് അന്താലിയയിലേക്ക് പോവാണ്. ഹോട്ട് എയർ ബലൂണിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഫ്ലൈറ്റ് ഒന്നും ബുക്ക് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എന്ന് ഹോട്ട് എയർ ബലൂൺ കിട്ടുന്നോ അന്നത്തേക്ക് തന്നെ നമ്മൾ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ച് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ക്യാമൽ കോച്ചാണ് ഇവിടുന്ന് എല്ലാവരും ലോക്കൽസ് പോലും സജസ്റ്റ് ചെയ്തൊരു ബസ്. അതുകൊണ്ട് നമ്മൾ ക്യാമൽ കോച്ചിൻ്റെ ബസ്സാണ് ബുക്ക് ചെയ്തത്. അതിൻ്റെ ഉൾഭാഗം എങ്ങനെയുണ്ട് സീറ്റ് എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ കാണിച്ചു തരാം. പിന്നെ ഗൊറേമേ ഇവിടുത്തെ ഒരു ബസ് സ്റ്റാൻഡ് എവിടെയാണെന്നുള്ളതും കൂടെ ഇപ്പോൾ കാണിച്ചു തരാം. ഇവിടുന്ന് പല വെൻഡേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് അന്താലിയ അങ്കാരെ പല സ്ഥലങ്ങളിലേക്കും പോകാൻ പറ്റും. അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇവിടെ പല ബസ് വെൻഡേഴ്സും അവൈലബിൾ ആണ്. നെബ്ഷീർ, ഇവർ കോമൺ ബസ് വെൻഡേഴ്സ് ആവുന്നു. ടർക്കിഷ് ട്രാവൽ സെൻറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് പല ട്രാവൽ വെൻഡേഴ്സ് ഉണ്ട്. ഇവർക്ക് പല റൂട്ടിലും ഇങ്ങനെ ബസ് സർവീസും ഉണ്ട്. അക്വാദി ട്രാവൽ ഏജൻസി, ഇവർ ബസ് മാത്രമല്ല ഇവിടുത്തെ ടൂറും ചെയ്യുന്നുണ്ട് തോന്നുന്നു. ഈ മെട്രോ ബസ് പ്ലസ് ഈ ക്യാമൽ കോച്ച്, ഇത് രണ്ടുമാണ് മെയിനായിട്ട് ഇവിടുത്തെ ബസ് സർവീസായിട്ട് കണ്ടിട്ടുള്ളത്. ക്യാമൽ കോച്ചിൻ്റെ ഓഫീസ് ഇവിടെയാണ്. ക്യാമൽ കോച്ച് ഫ്ലെക്സി ബസ് എന്ന് പറഞ്ഞിട്ട്, ഫ്ലെക്സി ബസ്സാണ് അവരുടെ വെബ്സൈറ്റ്. നമ്മൾ ഒബ്ലിയേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റിലൂടെയാണ് ഇത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ പല സ്ഥലങ്ങളിലേക്കും ഇവിടുന്ന് ബസ് സർവീസ് ഉണ്ട്. മെട്രോൻ്റെ ബസ് സർവീസ് ഇവിടേക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ തന്നെ നമ്മുടെ ഉച്ചിസാർ, നെബ്ഷീർ എന്നൊക്കെ പറയുന്നത് ഈ കപ്പഡോഷ്യയിൽ തന്നെയുള്ള ചില സ്ഥലങ്ങളാണ്. അങ്ങോട്ടൊക്കെ ഡയറക്റ്റ്ലി ബസ്സുകളുണ്ട് ഇവിടുന്ന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ടാക്സി എടുക്കുക. മഞ്ഞ കളറിൽ കാണുന്ന ടാക്സിയാണ്. ടാക്സിക്ക് എന്തായാലും റേറ്റ് കൂടുതലായിരിക്കും. ഇത് ബസ് സർവീസ് റെഗുലറായിട്ട് അങ്ങോട്ട് ബസ് സർവീസ് ഉണ്ട്. ക്യാമൽ കോച്ചിൻ്റെ ബസ് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ആണോ എന്നുള്ളത് നോക്കട്ടെ. ഇതാണ് നമ്മൾ പോകുന്ന ബസ്, ക്യാമൽ കോച്ചിൻ്റെ. ബെൻസിൻ്റെയൊക്കെ ബസ്സാണ്. എങ്ങനെയുണ്ട് കണ്ടീഷൻ, എങ്ങനെയുണ്ട് കംഫർട്ട് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഇതാണ് ബസ്. ബസ്സിലേക്ക് 2 എൻട്രൻസ് ഉണ്ട്. ഒരു മെയിൻ എൻട്രൻസും ഉണ്ട്, ഇവിടുന്ന് ബാക്ക് സൈഡിൽ നിന്ന് എൻട്രൻസ് ഉണ്ട്. നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഈ ഡോറിൻ്റെ തൊട്ടടുത്തുള്ള സീറ്റാണ്. നമ്മളിതാ ബസ്സിലേക്ക് കയറുകയാണ്. ബസ്സിൻ്റെ എങ്ങനെയുണ്ട് സീറ്റ് കാര്യങ്ങളെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. ബസ്സിൻ്റെ ഇടതേ വശത്ത് ഡബിൾ സീറ്റാണ്, വലതേ വശത്ത് സിംഗിൾ സീറ്റാണ്. അവിടെയൊക്കെ സിംഗിൾ സീറ്റാണ്. ഇത് രണ്ടുമാണ് നമ്മുടെ സീറ്റ്. സ്വാതി അപ്പുറത്തും ഞാൻ ഇപ്പുറത്തും ഇരിക്കുന്നത്. ഇവിടെ സ്ക്രീനൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും വർക്ക് ചെയ്യുന്നില്ല. പ്ലസ് 2 പേർക്കും സെപ്പറേറ്റ് ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും പ്രത്യേകിച്ച് വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. ഞങ്ങളിത് ഒബ്ലിയേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പിലാണ് ബുക്ക് ചെയ്തപ്പോൾ സീറ്റിൻ്റെ ലേ ഔട്ട് കാണിച്ചതും നമുക്ക് ആക്ച്വലി കിട്ടിയ സീറ്റും തമ്മിലൊരു വ്യത്യാസമുണ്ട്. നമ്മൾ ബുക്ക് ചെയ്തത് ആ ഡോറിൻ്റെ അടുത്തുള്ള സീറ്റുകളായിരുന്നു, പക്ഷേ സീറ്റ് നമ്പർ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ 2 റോ പുറകിലുമാണ്. അതെങ്ങനെയാണ് പറ്റിയെന്ന് അറിയില്ല. അതിന് ഇവരുടെ ആപ്പിൻ്റെ പ്രശ്നമാണോ എന്താണെന്നറിയില്ല, നോക്കണത്. അങ്ങനെ 12:15 ബസ് ഷാർപ്പ് 12:15 എത്തി. 12:20 ആയപ്പോഴത്തേക്കും ഇവിടുന്ന് വിട്ടു, ഗൊറേമേന്ന് വിട്ടു. നമ്മളിത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ജനലും ഇതൊക്കെ ഉള്ളൊരു നല്ലൊരു ബസ്സാണ്. ഇപ്പോൾ ഇതുവരെ കംഫർട്ടബിളായിട്ട് പോകുന്നുണ്ട്. ഇനി ബാക്കിയുള്ള യാത്ര എങ്ങനെയുണ്ടെന്ന് പറയാം. ഏകദേശം 9 മണിക്കൂർ 50 മിനിറ്റ്, അതായത് 10 മണിക്കൂറിൻ്റെ അടുത്ത് എടുക്കും നമുക്ക് അന്താലി എത്താൻ. ദൂരം വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു 6-7 മണിക്കൂറിൻ്റെ ദൂരമേ ഉള്ളൂ. പക്ഷേ ബസ് പതുക്കെ പോവുള്ളൂ. റൂൾ നമ്പർ 1. രണ്ടാമത്തത്, ഇവർ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് എടുക്കും. ടോയ്ലറ്റ് ബ്രേക്കിനും ലഞ്ചിനും ഒക്കെ നിർത്തിയിട്ടാണ് പോവുക. അപ്പോൾ അതുകൊണ്ട് ഏകദേശം 10 മണിക്കൂറിൻ്റെ അടുത്ത് എടുക്കും. അപ്പോൾ നമ്മൾ രാത്രി ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അന്താലി എത്തി അവിടെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ചെക്ക് ഇൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് ഓരോ ബ്രേക്കും എങ്ങനെയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വഴിയെ അറിയിച്ചു തരാം. ഈ ബസ്സിലെ സീറ്റുകൾക്ക് ഒരു എക്സ്ട്രാ ലെയർ ഓഫ് കുഷ്യൻ കൊടുത്തിട്ടുണ്ട് അടിയിലും മുകളിലുമായിട്ട്. അതുകൊണ്ട് തന്നെ ഇരിക്കാൻ നല്ല കംഫർട്ടബിളാണ്. പ്ലസ് നല്ല വീതിയുള്ള സീറ്റായതുകൊണ്ട് അതിനകത്തും ഇരിക്കാൻ നല്ല സുഖമുണ്ട്. പിന്നെ സീറ്റ് ബെൽറ്റും അവൈലബിൾ ആണ് ഇവിടുത്തെ ബസ്സുകളിൽ. നമ്മളങ്ങനെ കപ്പഡോഷ്യനോട് ഒഫീഷ്യലി വിട പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. വളരെ സ്ലോ ആയിട്ടാണ് ബസ് പോകുന്നത്. ഒന്ന്. രണ്ടാമത്തത്, നല്ല ചൂടത്ത് കിടന്നിട്ട് ബസ് കൊണ്ടുവന്നതാ തോന്നുന്നു. കാരണം AC എത്ര റൺ ചെയ്തിട്ടും തണുക്കുന്നില്ല. നമുക്കൊരു ചൂട് ഫീൽ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഇതൊക്കെ മാറുമായിരിക്കും. ഞാൻ തുടക്കത്തിൽ ഫസ്റ്റ് ഇംപ്രഷൻ്റെ കാര്യങ്ങളീ പറയുന്നത് കേട്ടോ. ഫ്ലൈറ്റിലൊക്കെ ഉള്ള പോലെ ബസ്സിൽ നമുക്ക് സ്നാക്സും കൊണ്ട് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. വെള്ളം, കുറച്ച് സ്നാക്സ്, പിന്നെ എനിക്ക് തന്നെ ചായ ഉണ്ടോ എന്ന് ഡൗട്ടുണ്ട്, നോക്കണം എന്തൊക്കെയാണുള്ളതെന്നുള്ളത്. ഒരാളിവിടെ നല്ല സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. നെക്ക് പില്ലോയും ഐ മാസ്കും ഒക്കെ വെച്ചിട്ട് കംഫർട്ടബിളായിട്ട് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കൊരു പ്രൂഫാണ് ഈ ബസ്സിനകത്ത് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും എന്നുള്ളതിന്. പുള്ളി ഇതിങ്ങനെ തള്ളിക്കൊണ്ട് വരുന്നുണ്ട്. അതിനകത്ത് പെപ്സി ഉണ്ട്, ഫാൻ്റെ പോലത്തെ എന്തോ ഉണ്ട്, 2 സ്നാക്സ് ഉണ്ട്,
കുറച്ച് വെള്ളമുണ്ട്, അതിലേത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. നമ്മൾ ഒരു ജ്യൂസ് എടുത്തു, ഓരോ ബിസ്ക്കറ്റുകൾ എടുത്തു. പച്ച ബിസ്ക്കറ്റ് എനിക്ക്, ചോപ്പ് സ്വാതിക്ക്, പിന്നെ ഒരു പാക്കറ്റ് വെള്ളം എടുത്തു. ഇപ്പോൾ അതാ നമ്മൾ 1 മണിക്കൂർ യാത്ര ചെയ്തിട്ട് ഇവിടെ ഒരു ബസ് ടെർമിനലിൽ ഒരു 5 മിനിറ്റ് നിർത്തിയിട്ടുണ്ട് ടോയ്ലറ്റ് ബ്രേക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ ടോയ്ലറ്റിലേക്ക് പോവുകയാണ്. 5 മിനിറ്റ് കഴിഞ്ഞ് ഇവിടുന്ന് വീണ്ടും എടുക്കുമെന്നാണ് പറയുന്നത്. ഇവിടുത്തെ റെസ്റ്റ് റൂംസ് എല്ലാം ഒരുവിധം നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഒരുവിധം വൃത്തിയുള്ള റെസ്റ്റ് റൂംസിൽ തന്നെയാണ് കൊണ്ട് നിർത്തിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ടോയ്ലറ്റ് ബ്രേക്കിനും എല്ലാത്തിനും കൂടി നിർത്തിയത് അക്ഷരായി ഇവിടുത്തെ ബസ് ടെർമിനലിലായിരുന്നു. അവിടുന്ന് കുറേ ആൾക്കാർ കയറുകയും ചെയ്തു. ഇനി നമ്മളിപ്പോൾ നേരെ പോകുന്നത് കോണിയ എന്നുള്ള സ്ഥലത്തേക്കാണ്. അപ്പോൾ അതിന് മുമ്പ് ഇനി ലഞ്ചിന് വല്ല ബ്രേക്ക് പോലെ ഉണ്ടോയെന്ന് അറിയില്ല, നോക്കാം നമുക്ക്. നമ്മളിങ്ങനെ ടൗണിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമ്മളങ്ങനെ 3.5 മണിക്കൂർ യാത്രയും കഴിഞ്ഞിട്ട് കോണിയ എന്നുള്ള സ്ഥലത്തെത്തിയിരിക്കുക. 227 കിലോമീറ്ററാണ് നമ്മൾ യാത്ര ചെയ്തത്. വളരെ കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്തു. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വളരെ സുഖമായിട്ട് യാത്ര ചെയ്ത് നമ്മൾ ഇപ്പോൾ ഇവിടെ കോണിയ ബസ് സ്റ്റാൻഡിൽ ഒരു 25 മിനിറ്റ് വെയിറ്റിങ്ങിന് ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ടതൊക്കെ ചെയ്യാം. റെസ്റ്റ് റൂമിൽ പോകാം, എന്തെങ്കിലും മേടിക്കാം, ഭക്ഷണം കഴിക്കാം. അങ്ങനെ 25 മിനിറ്റ്സ് അല്ലേ? അപ്പോൾ ഇനി ഇവിടുന്ന് നമുക്ക് ഏകദേശം ഒരു 270 കിലോമീറ്റേഴ്സും കൂടെ ഉണ്ട്, വിച്ച് ഐ തിങ്ക് ഒരു 4-4.5 മണിക്കൂറിലെത്തും. നോക്കാം, നമുക്ക് എത്ര മണിക്ക് എത്തുന്നത് നോക്കാം. കോണിയ ബസ് സ്റ്റാൻഡ് ഇപ്പോൾ കാണിച്ചു തരാം. ഇങ്ങനെയൊക്കെയാണ് കോണിയ ബസ് സ്റ്റാൻഡ്. പല പല കടകളും കാര്യങ്ങളും ഫുഡും അതും ഇതുമൊക്കെ ആയിട്ട് ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ കുറേ സാധനങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ കമ്പാരിറ്റീവ്ലി ചീപ്പറായിരിക്കും, കാരണം ഇതൊരു ടൂറിസ്റ്റ് ലൊക്കേഷൻ അല്ല. പക്ഷേ ബസ്സുകളൊക്കെ വന്ന് നിർത്തുന്നതുകൊണ്ട് ഇനി ഇവിടെ വേറെ പൈസ കൂടുതലാണെന്ന് അറിയില്ല. നമ്മൾ ചുമ്മാ അങ്ങനെ തിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. നമ്മൾ ഏകദേശം 2 മണിക്കൂർ യാത്ര ചെയ്തിട്ട് ഗുനിയാദിന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. സ്ഥലത്തിൻ്റെ പേര് പോലും വായിച്ചിട്ട് പറയാൻ അറിയുന്നില്ല. ശരിക്കും കോണിയിൽ നിന്ന് അന്താലിയയിലേക്ക് ഡയറക്റ്റ് റൂട്ടുണ്ട്. പക്ഷേ ഇത് നല്ലോണം വട്ടം കറങ്ങി ഏതൊരു സ്ഥലത്ത് വന്നിട്ട് അവിടുന്ന് വീണ്ടും അന്താലിയയിലേക്ക് പോവുകയാണ്. അപ്പോൾ കോണിയിൽ നിന്ന് അന്താലിയയിലേക്ക് 270 മറ്റോ ആയിരുന്നു. നമ്മൾ ഇത്രയും നേരം യാത്ര ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് നോക്കുമ്പോഴും 200 സംതിങ് കിലോമീറ്റർ അന്താലിയയിലേക്കുണ്ട്. അപ്പോൾ നല്ലോണം ഡീവിയേഷൻ എടുത്തിട്ടുണ്ട്. ഒരു സജഷനായിട്ട് പറയാനുള്ളത്, നിങ്ങൾക്ക് രാവിലെ 2 ബസ്സുകളുണ്ട്. 7.25 മണിക്കൂർ കൊണ്ട് അന്താലിയ എത്തും ഗൊറേമേന്ന്. പക്ഷേ അത് നമ്മൾ നോക്കിയപ്പോൾ ഫുള്ളി ബുക്ക്ഡ് ആയിരുന്നു. കാരണം ഞങ്ങൾ ഇന്ന് ഹോട്ടൽ ബലൂൺ നടക്കുമോ ഇല്ലയോ എന്ന് അറിയാത്തതുകൊണ്ട് അത് നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അതെനിക്ക് തോന്നുന്നു നേരിട്ട് അന്താലിയ പോകും, അത് അന്വേഷിച്ചിട്ട് പോവുക. ഇത് ഒരു ഊഹമാണ് പറയുന്നത്. പക്ഷേ എഴുതി കാണിക്കുന്ന ഇത് 9 hours 50 minutes അത് 7 hours 45 minutes ഒരാൾ ഇവിടെ ചായയും കുടിച്ച് ബക്ലാവയും കഴിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ നമുക്ക് 25 മിനിറ്റ് സ്റ്റോപ്പുണ്ട്. ചായയും ബക്ലാവയൊക്കെ കുടിച്ച് ജോളിയായിട്ടിരിക്കുന്നുണ്ട് ഇവിടെ. ഏതോ നാട് പോലും അറിയാണ്ട് ചായയൊക്കെ കുടിച്ചിരിക്കുന്നു. ഇവർ നിർത്തുന്ന സ്ഥലത്തൊക്കെ ഒരു സൂപ്പർ മാർക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ സാധനം കൂടെ ഉള്ള സ്ഥലത്താണ് ഇവർ നിർത്തുന്നത്. സോ ദാറ്റ് നമുക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കാം, ഡ്രസ്സ് വാങ്ങിക്കാം, സോക്സ്, ഇങ്ങനത്തേതാ. ഇവിടെ ഒരു വലിയ ഡ്രസ്സിൻ്റെ ഷോപ്പ് തന്നെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ ഫാസ്റ്റ് ഫുഡിൻ്റെ ഒരു ഹോട്ടലുണ്ട്. ഇവിടെ ഈ ഫ്രിഡ്ജ് മാഗ്നറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാം. ടോയ്സ് കാണാം, സ്റ്റഫ് ടോയ്സ് കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ഒരു വിശാലമായൊരു സ്ഥലത്താണ് നിർത്തിയിരിക്കുന്നത്. ഇവിടുത്തെ റെസ്റ്റ് റൂംസും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. വളരെ ക്ലീൻ ആയിട്ടുള്ള റെസ്റ്റ് റൂംസ്, ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള മറ്റേ ടിഷ്യൂ വരുന്ന സാധനവും അങ്ങനത്തെ എല്ലാം കൊണ്ട് നല്ല അടിപൊളി ഒരു സ്ഥലത്താണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ക്ലീനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കാം, വേണ്ടത് കഴിക്കാം, ടോയ്ലറ്റ് യൂസ് ചെയ്യാം, എല്ലാം കൊണ്ടും നല്ലൊരു സ്ഥലമായിരുന്നു. അങ്ങനെ മണിക്കൂറുകൾ നീണ്ടുന്ന യാത്രകൾക്ക് ശേഷം നമ്മൾ എത്തിയിരിക്കുകയാണ് അന്താലിയ. ഇപ്പോൾ സമയം 9:54. അപ്പോൾ ഏകദേശം നമുക്ക് ട്രാവൽ ടൈം എടുത്തത് 9 മണിക്കൂർ 40 മിനിറ്റ്. അവർ ആപ്പിൽ എഴുതിയിട്ടുണ്ടായിരുന്ന 9 മണിക്കൂർ 55 മിനിറ്റ്. അപ്പോൾ ഏകദേശം സെയിമാണ്. നല്ല കാര്യങ്ങൾ, ഒന്ന് ബസ് പല സ്ഥലങ്ങളിലും നിർത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു റെസ്റ്റ് റൂം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ 9 മണിക്കൂർ യാത്രയിൽ ഏകദേശം ഒരു 4 തവണയെങ്കിലും അവർ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് റെസ്റ്റ് റൂം യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരാൾ എല്ലാം കഴിഞ്ഞ് ടോയ്ലറ്റിൽ പോയിട്ട് വന്നിട്ടുള്ള ഇപ്പോൾ ഇവിടെ അന്താലിയ ബസ് സ്റ്റോപ്പിലെത്തിയിട്ട്. രണ്ടാമത്തത് ഓൺ ടൈമിലാണ് എല്ലാ കാര്യങ്ങളും. വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഡ്രൈവിങ്ങും കാര്യങ്ങളുമാണ്. നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല.
ഈ നെഗറ്റീവ്സ് പറയാനാണെന്നുണ്ടെങ്കിൽ ബസ്സിനകത്ത് റെസ്റ്റ് റൂം ഇല്ല. അത് ഒരു നെഗറ്റീവിന് മുമ്പ് ഞാൻ പറയുന്നൊരു കാര്യം. കാരണം കുറേ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബസ്സിനകത്ത് ഉണ്ട്, ചില സ്ഥലങ്ങളിൽ ബസ്സിനകത്ത് ഇല്ല എന്നുള്ള കുറേ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കിയത് ബസ്സിനകത്ത് ഇല്ല റെസ്റ്റ് റൂം. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ കുറച്ച് പഴയ ബസ്സായിരുന്നു ക്യാമൽ കോച്ചിൻ്റെത്. അപ്പോൾ സീറ്റും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ റിക്ലൈനിങ് ഒന്നും പ്രോപ്പറായിട്ട് അങ്ങോട്ട് വർക്ക് ചെയ്യുന്നില്ല, ചിലപ്പോൾ തിരിച്ചു വരും, അങ്ങനത്തെ രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും വലിയ പ്രശ്നങ്ങളായിട്ടല്ല ഞാൻ പറയാൻ, എല്ലാം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. പിന്നെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് ചൂസ് ചെയ്യാം. സെക്കൻഡ് ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് രാവിലത്തെ ബസ് ചൂസ് ചെയ്യുക, കുറച്ചും കൂടെ നേരത്തെ എത്തുന്നത്. തേർഡ് ഓപ്ഷനായിട്ട് നിങ്ങൾ നൈറ്റ് ബസ് ചൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ടുള്ള ഓപ്ഷനായിട്ട് മാത്രം ഈ ഉച്ചയ്ക്കുള്ള ചൂസ് ചെയ്യുക. കാരണം ഒരുപാട് യാത്ര ചെയ്ത പോലത്തെ ഒരു ഫീലാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ യാത്രയുടെ വിശേഷങ്ങൾ. നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോട്ടെ. നമ്മൾ അന്താലിയ ബസ് ടെർമിനലിൽ നിന്ന് നേരെ നമ്മുടെ ഹോട്ടലിലേക്ക് പോവുകയാണ്. ഇന്ന് രാവിലെ ബുക്ക് ചെയ്ത ഹോട്ടലാണ് അല്ലേ? അതെ. എങ്ങനെയുണ്ട് എന്താണ് വലിയ പിടുത്തൊന്നുമില്ല, ഒരു റേറ്റിംഗ് നോക്കിയിട്ട് നമ്മൾ ബുക്ക് ചെയ്താണ്. സ്വാമോൻ ട്രാം നോക്കി നടക്കുന്നുണ്ട്. ഈ ട്രിപ്പിന്റെ മെയിൻ ഹൈലൈറ്റ് അങ്ങനെയാണ്, നമ്മൾ ഒന്നും പ്ലാൻഡ് അല്ല. ഒന്നും പ്ലാൻഡ് അല്ല, കറക്റ്റ്. ട്രാംബേ എന്നൊക്കെ പണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. T1Aയും T1Bയും പോകുന്നതാണ് ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടത്. പക്ഷേ ഇവിടെയും നമ്മൾ ഇസ്താംബുളിൽ എടുത്ത പോലെ അന്താലിയ കാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള കാർഡ് എടുക്കണം എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അവിടെ പോയിട്ട് നോക്കാം. അമ്മേ ഞാനിതാ പോന്നു. നമുക്ക് പോകേണ്ടത് ഫത്തി ഏരിയയിലാണ്. ഇവിടെ വലിയ മാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓട്ടോഗർ അവിടെയാണ് നമുക്ക് പോകേണ്ടത്. ദോഗു ഗറിജ്, ഇതാ ഇവിടെ ഓറഞ്ച് അവിടെ, അവിടേക്കാണ് നമുക്ക് പോകേണ്ടത്. ഗറാജി ഇതാ നമുക്ക് ഇവിടുന്ന് അന്താലിയ കാർട്ട് മേടിക്കണം. സാമോൻ എന്താ അന്താലിയ കാർട്ട് മേടിക്കാൻ 200 ഇട്ടു, അത് വലിച്ചോണ്ട് പോയി. അപ്പോൾ 155. നമ്മളിതാ അന്താലിയ കാർട്ട് എടുത്ത് ട്രാം സ്റ്റേഷനിൽ വന്നിട്ടാണുള്ളത്. നമുക്ക് പോകേണ്ടത് ദോഗു ഗരേജ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അതൊക്കെ ലിസ്റ്റിൽ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ട്രാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. എങ്ങോട്ട്? ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിന്ന് താമസിക്കുന്ന ഹോട്ടലിൻ്റെ പേരാണ് പ്രിബാഡോ ഹോട്ടൽസ്. സ്വാമോൻ അവിടെ നിന്നിട്ട് ഡോക്യുമെൻസിൻ്റെ ഫോർമാലിറ്റീസൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ നേരെ റൂമിൽ പോയി പെട്ടിയും കിടക്കയൊക്കെ വെച്ച് ഒന്ന് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കണം. നമ്മുടെ റൂം നമ്പർ 221. കയറി വരുമ്പോൾ തന്നെ വാഷ്റൂം ഏരിയ, ചെറിയൊരു വാഷ്റൂം ഏരിയ, ഒരു കട്ടിൽ, കുഞ്ഞു മുറി, സീലിംഗ് ഒക്കെ തൊട്ടടുത്തുള്ള സീലിംഗ്. പക്ഷെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂം അല്ലേ. ഒരു ടേബിള്, ഒരു ചെയറ്, ഒരു കബോർഡ് വിത്ത് ലോക്കർ ഫെസിലിറ്റി ഉള്ള കബോർഡ്.